എനിക്കും ഈ പറഞ്ഞ പോലെ 1, 2 പേരൊക്കെ വണ്ടി കൊണ്ടുവന്നു. എൻ്റെ വണ്ടിയാണ്. എനിക്ക് എടുത്തിട്ട് എൻ്റെ പൈസ പോയി, എനിക്ക് കൊള്ളാത്ത വണ്ടി കിട്ടിയെന്നോ ഒന്നും പറഞ്ഞ് നമ്മൾ കരയാനായിട്ടൊന്നും നിൽക്കരുത്. ഇപ്പോൾ അരുൺ സ്മോക്കി ഉഡായിപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അപ്പോൾ യെസ്, അരുൺ സ്മോക്കി സത്യം പറഞ്ഞാൽ പുള്ളി ഒരു ഉഡായിപ്പാണ്. ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട്. 8 വർഷമായിട്ട് പുള്ളിയായിട്ട് എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം തൊട്ട് ഈ നിമിഷം വരെ നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അത്ര തിക്കായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഒന്നുമല്ല. എനിക്കെന്തെങ്കിലും വണ്ടി വരുവാണെങ്കിൽ ആ വണ്ടിയുടെയൊക്കെ വിലയൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് വണ്ടി വിറ്റ് പോകാത്ത വണ്ടിയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ പുള്ളിയുടെ കൊടുക്കും. പുള്ളി മാസമായിട്ട് വണ്ടി എടുക്കുന്നൊരു വ്യക്തിയാണ്. മാസം എന്ന് പറഞ്ഞാൽ മറ്റേ മാസമല്ല, ഒരുപാട് വണ്ടി എടുക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം പുള്ളി എടുത്ത് വെച്ചാൽ പുള്ളിക്ക് സെയിലാകുമെന്നുള്ളൊരു ഉറപ്പ് പുള്ളിക്കുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെറിയ രീതിയിൽ കച്ചവടം ചെയ്ത് വളരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരുപാട് വണ്ടി എടുത്ത് വെക്കാറില്ല. വെക്കാറിന് പൈസ ഇല്ല അതിനുള്ള, അത് വേറെ കാര്യം. 1, 2 മാക്സിമം ഒരു 3 വണ്ടി ഞാൻ എടുത്ത് വയ്ക്കും. അത് സെയിലാക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വണ്ടിയിലോട്ട് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് മാക്സിമം നല്ല ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന വണ്ടികളെ ഞാൻ എടുക്കത്തുള്ളൂ. അരുൺ സ്മോക്കി ആണെങ്കിലും മറ്റു വലിയ ഷോപ്പുകൾ ആൾക്കാരാണെങ്കിലും ഒരുപാട് വണ്ടി ഇങ്ങനെ മുഖം നോക്കാതെ എടുത്ത് വെക്കും. അതാണ് കച്ചവടത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം പുള്ളി ഉഡായിപ്പാണെന്ന് ഒരുപാട് പേര്, പുള്ളിയുടെ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ ഒരു പുള്ളിയെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും അരുൺ സ്മോക്കിയെ പറ്റി ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അരുൺ സ്മോക്കിയെ പറ്റി എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പുള്ളിയെ വിളിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പുള്ളിയായിട്ടൊരു സൗഹൃദം എന്നുള്ളതിലുപരി അപ്പുറത്തോട്ട് വലിയ കണക്ഷനോ കാര്യങ്ങളോ തന്നെ ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഓരോ വിവാദങ്ങളിലും പോയി പെടുമ്പോഴും സ്വാഭാവികമായിട്ടും പുള്ളിയുടെ അതേ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തി, അതുപോലെ തന്നെ വണ്ടി കച്ചവടം ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പുള്ളിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ വണ്ടി കച്ചവടം ചെയ്യുന്ന സമയത്ത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇതേ അവസ്ഥ, ഈ ഒരു ഉഡായിപ്പൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് കേട്ടോ. കാര്യം കേട്ടിടത്തോളം ആ ഉഡായിപ്പിച്ച വ്യക്തി എന്ന് പറഞ്ഞാലൊരു അതിഭീകരമായിട്ടുള്ള രീതിയിലാണ് സ്കാം ചെയ്തേക്കുന്നത്. അതായത് വളരെ തന്ത്രപരമായി ഈ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഇതുവരെ കലക്കാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഉഡായിപ്പ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 3, 4, 5 വട്ടം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സംഭവം വേറൊന്നുമല്ല. ഇപ്പം എൻ്റെ ഈ കാറ് ഞാൻ എടുത്ത് ഫേസ്ബുക്കിൽ ഇടും. ഈ വണ്ടി ഞാൻ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കും ബയേഴ്സിനെ കാത്തിരിക്കുമ്പം ഈ ഉഡായിപ്പ് വ്യക്തി വന്നിട്ട് ഈ വണ്ടിക്കൊരു വില പറയും. ഞാൻ ഇന്ന കാർ ഷോപ്പിൻ്റെ ഉടമസ്ഥനാണ്, ഈ വണ്ടി ഞാൻ എന്താ പറയുക എടുക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കും. എന്നിട്ട് ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാറിൻ്റെ ഷോപ്പിൽ ചെന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനൊരു വണ്ടി വിൽക്കാനുണ്ട്, എനിക്ക് അർജൻറ്റായിട്ട് എനിക്ക് പകുതി പൈസ കിട്ടിയാലും മതി, എനിക്ക് ഞാൻ വിൽക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരു വ്യക്തി വരും. ആ വ്യക്തി തന്നെ കടക്കാരനെ സമീപിക്കും. എന്നിട്ട് പറയും, വണ്ടി ഞാൻ അവിടെ എത്തിക്കാം, എൻ്റെ ഫ്രണ്ട്സ് വഴിയായിരിക്കും ഞാൻ എത്തിക്കുന്നത്, അവൻ്റെ അടുത്ത് വിലയുടെ കാര്യമൊന്നും പറയരുത്, കാര്യം അവൻ കമ്മീഷൻ അടിക്കുമെന്ന് പറഞ്ഞ് ഈ കടക്കാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതായത് ഈ പറഞ്ഞ കാറിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തും പറയും, നിങ്ങൾ കൊണ്ട് വണ്ടി കൊടുത്താൽ മതി, എൻ്റെ കടയാണ് എന്ന് പറഞ്ഞ രീതിയിൽ വെക്കും. ഇപ്പോഴും ഇത് കേട്ടിട്ട് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാകാം. പക്ഷേ നിങ്ങൾ കേട്ട് കുറച്ച് തവണ വന്നാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ട് ഈ കടക്കാരനും ഈ വണ്ടിയുടെ ഉടമസ്ഥനായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. ഇവൻ അവിടെ ഇരുന്നുണ്ട്, വേറെ എവിടെ ഇരുന്നുണ്ട്, ഇവൻ്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവൻ ആ പൈസ ഫുള്ള് അവിടെ ഇരുന്ന് അങ്ങ് മേടിക്കും. അന്നേരം ഈ വണ്ടി കൊണ്ട് കൊടുത്ത റിയൽ ഓണർ കടക്കാരൻ്റെ അടുത്ത് പൈസ ചോദിക്കുമ്പം, ഞാൻ പൈസ വിട്ട് കൊടുത്തല്ലോ എന്ന് ചോദിക്കും. അപ്പം അവൻ കൈമലർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും കടക്കാരന് ഹാലളാകും. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് പൈസയും പോയി, വണ്ടി ഈ പുള്ളിക്ക് പൈസ കിട്ടിയില്ലെന്നും പറയുന്നു. അങ്ങനെ ഒരു വലിയൊരു വിഷയമാണ്. പുള്ളി ഏകദേശം എനിക്ക് തോന്നുന്നു അരുൺ സ്മോക്കിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 150 പേരോളം ഉണ്ട് പറ്റിച്ചേക്കുന്ന. ഇതുവരെ ഈ വിഷയം അറിഞ്ഞ് വന്ന് പുള്ളിയുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഏകദേശം 150 പേര്, പോട്ടെ 200 പേര് കൂട്ടെ, 200 പേരെടുത്തു നിന്ന് ഒരു 30,000 രൂപ വെച്ച് ഉണ്ടാക്കിയാലും ഏകദേശം 60 ലക്ഷം 6 കോടി അങ്ങോട്ടോളം ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് ഞാൻ കണക്ക് മനസ്സിലായില്ല. അപ്പം ഇതുപോലെ മൊബൈലിൻ്റെതും അതുപോലെ ലാപ്ടോപ്പിൻ്റെതും ടി വിയുടെയൊക്കെ ആയിട്ട് നിരവധി വിഷയങ്ങൾ ഈ പുള്ളിയുടെ പേരിലുണ്ടെന്നാണ് ഇപ്പം നിലവിൽ പുള്ളി അരുൺ സ്മോക്കിയുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക,
ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് വണ്ടി വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും നല്ലൊരു കച്ചവടക്കാരൻ്റെ അടുത്ത് മാത്രം കൊണ്ട് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പം കച്ചവടക്കാരൻ ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഒത്തിരി എങ്ങോട്ട് നോക്കിയാലും ബൈക്ക് കച്ചവടക്കാരാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പം നമുക്ക് വിശ്വസ്തത തോന്നുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നോ, നമുക്ക് എന്തെങ്കിലും വണ്ടിക്കൊരു കംപ്ലയിൻറ്റ്, ഞാനിപ്പോൾ ഈ വണ്ടി എടുത്ത് എനിക്ക് 1, 2 ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാൽ 10 വർഷം വണ്ടിയുടെ ആയിട്ടുള്ള പഴക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെന്ന് ഈ വണ്ടി എടുത്ത ഷോറൂമിൽ നിന്ന് ഞാൻ ഒരു 10-30,000 രൂപയോളം മാർക്കറ്റ് വിലയേക്കാളും കൂടുതൽ കൊടുത്താണ് ഈ വണ്ടി എടുത്തത്. ഇതിനും പണിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെന്നിട്ട് അവിടെ ചെന്ന് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് അതിനുള്ളൊരു പരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഷോറൂം ആയതുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 30,000 അഡീഷണൽ കൊടുത്താലും കുഴപ്പമില്ല. 10 വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു വണ്ടിക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നാളെ ധൈര്യമായിട്ട് ഇന്ന് ചോദിക്കാം. അതേസമയം നമ്മൾ ഒരു അന്തവും കുന്തവും ഇല്ലാതെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത്, എല്ലാവരും അല്ല, ചില ആൾക്കാർ ഇതുപോലെ ഉടായിപ്പായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ, വണ്ടിയാകുമ്പോൾ പണി എന്തായാലും വരും. ആരും മനഃപൂർവ്വം പറ്റിക്കുന്നതല്ല. പണി വന്നു കഴിഞ്ഞാൽ അതിന് ഒരു ചെക്കിംഗ് വാറണ്ടി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പോലും കണക്ട് ചെയ്ത് അതിൻ്റെ പാർട്സ് ആണെങ്കിലും അതിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ നമുക്ക് ബന്ധപ്പെടുത്തി തരാൻ പറ്റുന്ന ടീമുകളെടുത്തു നിന്ന് മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, ഇനി വണ്ടി കച്ചവടം ചെയ്തു വരുന്ന കുറേ ആൾക്കാരുൾപ്പെടെ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതിൽ നിന്നൊരു പാഠം കിട്ടിയത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും എന്താ പറയുക, RC ഓണറിനല്ലാത്ത ആളുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കരുത്. എടുത്താൽ തന്നെയും പേയ്മെൻറ്റ് കൊടുക്കാൻ നിൽക്കരുത്. RC ബുക്ക് ഓണർ വരാതെയോ വിളിക്കാതെയോ ഒന്നും അതിനകത്ത് നിൽക്കാൻ പാടില്ല. കാര്യം ഇതുപോലെ ഒരു വലിയൊരു മാഫിയ ലോബി തന്നെ നമുക്ക് ഇന്ത്യക്കകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിലും അത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എടുത്തിട്ട് എൻ്റെ പൈസ പോയി എനിക്ക് കൊള്ളാത്ത വണ്ടി കിട്ടിയെന്നോ ഒന്നും പറഞ്ഞ് നമ്മൾ കരയാനായിട്ടൊന്നും നിൽക്കരുത്. ഇപ്പോൾ അരുൺ സ്മോക്കി ഉഡായിപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, പുള്ളിയുടെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. പുള്ളി അങ്ങനെ വലിയ ഉഡായിപ്പൊന്നും ചെയ്യുന്നൊരു വ്യക്തിയൊന്നും അല്ല. ആ പുള്ളിയെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വ്യക്തിയല്ല. എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ പുള്ളിയായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്ത ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ. എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, അങ്ങനെ ഉഡായിപ്പായിട്ടൊന്നും പേഴ്സണലി ഇത്ര നാളത്തെ ഒരു പരിചയത്തിനിടയിൽ തോന്നിയിട്ടില്ല. കാര്യം ഒരു വണ്ടിയുടെ പുറത്ത് ഒരു 10,000 രൂപ പറ്റിക്കാനോ അല്ലെങ്കിൽ 30,000 രൂപ പറ്റിക്കാനോ ഒന്നും തന്നെ ഇത്രയും രൂപ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇപ്പം പുള്ളി ഒരു പബ്ലിക് ഫിഗറാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നെഗറ്റീവ് പോലും സെൻസിറ്റീവായിട്ട് പുള്ളിയുടെ ആ ഒരു കച്ചവടത്തേക്ക് ബാധിക്കും. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഓൾറെഡി ഹേറ്റേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അതേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കാര്യം എനിക്കും ഈ പറഞ്ഞ പോലെ 1, 2 പേരൊക്കെ വണ്ടി കൊണ്ടുവന്ന്, എൻ്റെ വണ്ടിയാണ്, എനിക്ക് എന്താ പറയുക, കാശിന് അർജൻറ്റ് ആയതുകൊണ്ടാണ് വണ്ടി വിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഒരാളെ പറഞ്ഞു വിടാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തും വന്നിട്ടുണ്ട് സംഭവം. പക്ഷേ അതൊക്കെ ജെന്യുവൻ ആണെന്ന് അന്ന് എനിക്ക് തോന്നിയതാണ്. എൻ്റെ എന്തോ ഭാഗ്യത്തിനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത് ആ വണ്ടിയൊക്കെ. എൻ്റെ കയ്യിൽ ഇത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാകാം എനിക്ക് ആ വണ്ടി എടുക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഫ്രോഡിൽപ്പെട്ട ആൾക്കാരൊക്കെ ആകാം എൻ്റെ അടുത്തും വന്നത്. എനിക്ക് ഭാഗ്യം ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെട്ട്. അല്ലാതെ നമ്മുടെ കഴിവാണെന്ന് ഞാനൊന്നും പറയുന്നില്ല. കാര്യം ഈ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ വണ്ടി എടുക്കാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം വണ്ടി സത്യം പഴയതുപോലെ കിട്ടാനില്ല. അപ്പോൾ നമുക്ക് മാക്സിമം വണ്ടി നമ്മുടെ ഗ്യാരേജിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം എല്ലാവരും വണ്ടി മാക്സിമം എടുത്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരു പാഠമായി. ഇനിയിപ്പോൾ RC ബുക്ക് ഓണറിൻ്റെ മുഖം നോക്കൽ എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു തട്ടിപ്പിനെ പറ്റി എന്താണ് തോന്നുന്നത്? താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ്. അടുത്തൊരു വീഡിയോയിലാണ്.